ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ തലവനും കോടിക്കണക്കിന് വരുന്ന കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ നേതാവും തമ്മിൽ നേരിട്ടൊരു പോരാട്ടം നടന്നാൽ എങ്ങനെയിരിക്കും? ചരിത്രത്തിൽ അധികം സംഭവിക്കാത്ത ഒരു പ്രതിഭാസത്തിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആഗമാന കത്തോലിക്ക സഭയുടെ തലവൻ പോപ്പ് ലിയോ 14 തമ്മിലുള്ള വാക്പോര് കേവലം രാഷ്ട്രീയമായ എതിർപ്പുകളല്ല, മറിച്ച് അത് ദൈവികമായ അധികാരത്തെക്കുറിച്ചുള്ള തർക്കമായി മാറുകയാണ്. ചരിത്രത്തിലെ ആദ്യത്തെ അമേരിക്കക്കാരനായ മാർപ്പാപ്പയാണ് കേട്ടോ ലിയോ 14. തുടക്കത്തിൽ ട്രംപ് ഇതിനെ നന്നായി സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. ഇറാൻ, വെനിസ്വേല തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപിൻ്റെ ഇംഗിതത്തിന് വിരുദ്ധമായി പോപ്പ് പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ അതെല്ലാം ട്രംപിനെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തു. അതോടെ ട്രംപ് തൻ്റെ നിലപാടുകൾ അടപടലം മാറ്റി. ഇറാനിലെ യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കവേ പോപ്പ് നേരിട്ട് ട്രംപിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ലോക നേതാക്കൾക്കിടയിൽ സർവശക്തനാകുവാനുള്ള വ്യാമോഹമാണ് സംഘർഷങ്ങൾക്ക് കാരണമെന്ന് പോപ്പ് പറഞ്ഞു പിടിപ്പിച്ചു. ഇത് തന്നെ തന്നെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലാക്കിയ ട്രംപ് അതിനോട് രൂക്ഷമായാണ് പ്രതികരിച്ചത്. പോപ്പ് ലിയോ ഒരു ദുർബലനായ വ്യക്തിയാണെന്നും അദ്ദേഹം അതീവ ലിബറലാണെന്നും ട്രംപ് തുറന്നടിച്ചു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിനെ പോപ്പ് എതിർക്കുന്നില്ലെന്നും അമേരിക്കയുടെ വിദേശ നയങ്ങളെ വിമർശിക്കുന്നത് ശരിയല്ലെന്നും ട്രംപ് ആരോപിച്ചു. ലിയോ 14 ഇതിനെ കുറച്ചുകൂടെ ആത്മീയമായാണ് പ്രതികരിച്ചത്. യുദ്ധം ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കയില്ല എന്ന് പോപ്പ് ലിയോ 14 ഓർപ്പിച്ചു. ലോകത്തെ വൻതോതിൽ നശിപ്പിക്കാൻ ശേഷിയുള്ള ആണവായുധ ഭീഷണികളെ അദ്ദേഹം അംഗീകരിക്കാനാവാത്തത് എന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കയിലെ വെനിസ്വേലയിൽ നിക്കോളാസ് മറുഡോയെ പുറത്താക്കാൻ ശ്രമിച്ചതിനെയും പോപ്പ് പരോക്ഷമായി എതിർത്തിരുന്നു. ഇത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ട്രംപിൻ്റെ പക്ഷം. മാത്രവുമല്ല, യുദ്ധം ചെയ്യുന്നവരോടുകൂടെ ദൈവമില്ലെന്നൊക്കെ പറയുമ്പോൾ പോപ്പ് ലിയോ തൻ്റെ മുൻഗാമികൾ കാട്ടിക്കൂട്ടിയ യുദ്ധങ്ങളുടെ നീണ്ട ചരിത്രമെന്ന് ഓർക്കുന്നതും നല്ലതാണല്ലോ. ഈ തർക്കത്തിലെ ഏറ്റവും കൗതുകകരവും വിവാദപരവുമായ ഭാഗം മറ്റൊന്നാണ്. പോപ്പ് ലിയോ 14 ആ പദവിയിലെത്തിയത് തൻ്റെ സ്വാധീനം കൊണ്ടാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. ഞാൻ വൈറ്റ് ഹൗസിൽ ഇല്ലായിരുന്നെങ്കിൽ ലിയോ വത്തിക്കാനിൽ കാലുകുത്തുകയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു പിടിപ്പിച്ചത്. അത് പറയുക വഴി മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ പോലും തനിക്ക് പങ്കുണ്ടെന്ന തരത്തിലുള്ള അവകാശവാദമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ഒരു രാഷ്ട്രത്തലവൻ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ ഇത്ര പരസ്യമായി അധിക്ഷേപിക്കുന്നത് ക്രിസ്തീയ വൃത്തങ്ങളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. പിന്നെ ട്രംപാണ് പറയുന്നതെന്നുള്ളത് കൊണ്ട് ജനങ്ങൾ അതിന് ആ നിലയിലുള്ള ഒരു വില മാത്രമേ നൽകിയിട്ടുള്ളൂ. ഈ വാക്പോരുകൾ ഇങ്ങനെ വലിയ വിവാദമായതോടെ വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പോപ്പിനോട് ക്ഷമ പറയുമോ എന്നൊക്കെ അവരൊരു ചോദ്യം ചോദിച്ചു. ക്ഷമ ചോദിക്കാൻ ഒന്നുമില്ല എന്ന് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു. ഇറാനെ ഒരിക്കലും ആണവായുധങ്ങൾ നേടാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു. മാർപ്പാപ്പ തൻ്റെ ഭരണകൂടത്തിൻ്റെ ഇംഗിതങ്ങളെ എതിർക്കുന്നതിനെ ട്രംപ് നിശിതമായി വിമർശിച്ചു. ഇറാൻ വിഷയത്തിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളെ മാർപ്പാപ്പ എതിർക്കുന്നു, പക്ഷേ ഇറാൻ ആണവരാജ്യമാകുന്നതിനെ അനുവദിക്കാനാവില്ല, ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ട്രംപ് ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയില്ലെന്ന് ലിയോ 14 മാർപ്പാപ്പ അതിനോട് പ്രതികരിച്ചു. തൻ്റെ സന്ദേശങ്ങൾ സുവിശേഷത്തിൽ അധിഷ്ഠിതമാണെന്നും ട്രംപ് ഭരണകൂടത്തെയോ സത്യം ഉറക്കെ പറയുന്നതിനെയോ താൻ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. സമാധാനത്തിന് വേണ്ടി ശബ്ദമുയർത്തുക എന്നത് സഭയുടെ ദൗത്യമാണെന്നും യുദ്ധത്തിനെതിരെ സംസാരിക്കാൻ തനിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ടെന്നും കൂടെ പോപ്പ് വ്യക്തമാക്കി. ഇതിനിടെ കുറെ കൂടെ രസകരമായ ഒരു കാര്യം നടന്നു. പോപ്പിനെതിരെയുള്ള ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു AI ചിത്രം വലിയ വിവാദമായി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ചിത്രത്തിൽ യേശുക്രിസ്തുവിനെ പോലെ നീളൻ അങ്കിയൊക്കെ ധരിച്ച് ട്രംപ് ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്ന ഒരാളുടെ തലയിൽ കൈവച്ച് അത്ഭുത രോഗശാന്തി നൽകുന്ന ചിത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ചിത്രം ആരെങ്കിലും ഉണ്ടാക്കിയതായിരിക്കാം. എന്നാൽ ട്രംപ് അത് പങ്കുവെച്ചതോടുകൂടെ ലോകത്തിന് മുഴുവൻ അതൊരു കൗതുക കാഴ്ചയായി മാറുകയും ചെയ്തു. ഈ ചിത്രത്തിൽ മാലാഖമാരെ പോലെ തോന്നിക്കുന്ന വൈമാനികരും യുദ്ധവിമാനങ്ങളും അമേരിക്കൻ പതാകയും എല്ലാം പശ്ചാത്തലത്തിലുണ്ട്. ഒരു രക്ഷകനായി അല്ലെങ്കിൽ ഒരു മെസ്സിയാനിക് ഫിഗറായി സ്വയം അവതരിപ്പിക്കാനുള്ള ട്രംപിൻ്റെ ശ്രമമാണിതെന്ന് പലരും വിമർശിച്ചു. കത്തോലിക്ക സഭയിലെ പല പ്രമുഖരും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. ഇതൊരു ദൈവനിന്ദയാണ്, ബ്ലാസ്ഫമിയാണ് എന്നും ദൈവത്തെയും സഭയെയും പരിഹസിക്കലാണെന്നും ആളുകൾ വിശേഷിപ്പിച്ചു. എന്നാൽ ട്രംപിൻ്റെ അനുയായികൾ പറയുന്നത്
ഇത് വെറും ഒരു തമാശ മാത്രമാണെന്നാണ്, അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്നുള്ളതാണ് അവരുടെ പക്ഷം. കത്തോലിക്കർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ട്രംപ് തന്നെ അതിനുള്ള ഒരു പ്രതികരണമായി പറഞ്ഞത്. എന്നാൽ സഭയുടെ വിശുദ്ധമായ ചിഹ്നങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഇങ്ങനെ പ്രസക്തമായി നിൽക്കുകയാണ്. ഈ വിവാദങ്ങൾ ആരംഭിക്കുന്ന ഇവിടെ നിന്നൊന്നുമല്ല. നമ്മൾ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, വൈറ്റ് ഹൗസിലെ ഈസ്റ്റർ പ്രാർത്ഥനയിൽ ട്രംപിന്റെ ആത്മീയ ഉപദേഷ്ടാവായ പാസ്റ്റർ പോള വൈറ്റ് നടത്തിയ പ്രാർത്ഥനയ്ക്കിടയിൽ ട്രംപ് നേരിടുന്ന നിയമപ്രശ്നങ്ങളെയും രാഷ്ട്രീയ പ്രതിസന്ധികളെയും ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളോട് അവർ ഉപമിച്ചിരുന്നു. ട്രംപ് അതെല്ലാം കേട്ട് ആസ്വദിച്ച് നിൽക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ട്രംപിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളുമായും നിയമപ്രതിസന്ധികളുമായും ഒക്കെ താരതമ്യം ചെയ്യുന്നത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത്. കുരിശടയാളത്തെ ദേശീയ പതാക കൊണ്ട് മറയ്ക്കുന്നതിന് തുല്യമാണിതെന്നാണ് പലരും ചൂണ്ടിക്കാണിച്ചത്. ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഗൗരവതരമായ ഒരു പ്രവണതയിലേക്കാണ്. രാഷ്ട്രീയം അതിൻ്റെ നിലനിൽപ്പിനായി വിശ്വാസത്തെയും ബൈബിൾ പ്രതീകങ്ങളെയും കൂട്ടുപിടിക്കുമ്പോൾ യഥാർത്ഥ സുവിശേഷ മൂല്യങ്ങൾ വിസ്മരിക്കപ്പെടുകയാണ്. പോപ്പ് ലിയോ 14 പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മരണത്തിൻ്റെ ഭാഷയിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് തെറ്റായ കാര്യമാണ്. യുദ്ധത്തെയും അധികാരത്തെയും ന്യായീകരിക്കാൻ ക്രിസ്തുവിൻ്റെ പേര് ഉപയോഗിക്കുന്നത് തികച്ചും അനുചിതമാണ്. അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളല്ല, മറിച്ച് സ്നേഹത്തിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ഒരു സന്ദേശമാണ് ക്രിസ്തുവിന് ലോകത്തിന് നൽകുവാനുള്ളത്. അതാണ് ദൈവരാജ്യം വിഭാവനം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ രാഷ്ട്രീയ നേതാക്കളെ അന്ധമായി പിന്തുണയ്ക്കുന്നതിന് പകരം സുവിശേഷത്തിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏതായാലും ട്രംപും പോപ്പും തമ്മിലുള്ള ഈ വാഗ്വാദങ്ങൾ, വാദപ്രതിവാദങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. മാത്രവുമല്ല, പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഇറാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ. ആ പ്രതിസന്ധിയിൽ നിന്ന് ലോകം രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രീയ നേതാക്കൾക്ക് വിവേകമുണ്ടാകേണ്ടതിന് വേണ്ടി, ദൈവിക പരിജ്ഞാനം കൊണ്ട് അവർ നിറയപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് ട്രംപിൻ്റെ കാര്യത്തിലായാലും പോപ്പ് ലിയോയുടെ കാര്യത്തിലായാലും ലോകത്തിലെ എല്ലാ ഭരണാധികാരികളുടെ കാര്യത്തിലും അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.